യൂത്ത് ഫോർ എവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി പുഡിങ്ങുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ പുഡിങ് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഒന്ന് പനന്നൊങ്ങാണ് വേണ്ടുന്നത്. അപ്പോൾ 2-3 പനന്നൊങ്ങാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാവുന്നതാണ്. ചെറിയ സ്മോൾ ക്യൂബ്സ് ആയിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് തേങ്ങയാണ്. തേങ്ങയുടെ പുറത്തെ കറുത്ത ഭാഗം ചെത്തിക്കളഞ്ഞ് അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ തേങ്ങാപ്പാലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. കുറുകിയ തേങ്ങാപ്പാൽ മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. 1-ാം പാലോ 2-ാം പാലോ അങ്ങനെയൊന്നുമില്ല. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് നമുക്ക് മിക്സിയിലിട്ടതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ എടുത്തു വെക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു പാനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറുകിയ തേങ്ങാപ്പാലാണിത്. അപ്പോൾ കുറച്ച് പാൽ നമ്മൾ മാറ്റി വെക്കണം. കാരണം നമുക്ക് കോൺഫ്ലവറും മിൽക്ക് പൗഡറും ഒക്കെ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഒന്ന് അലിയിച്ച് വേണം ചേർക്കാൻ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ നമ്മളൊരു അല്പം മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇടാനായിട്ട് പോകുന്നത് പഞ്ചസാരയാണ്. നമ്മുടെ ആവശ്യാനുസരണമുള്ള പഞ്ചസാര ഇടാം. ഇവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ നമുക്ക് തിളപ്പിക്കേണ്ടതായിട്ടില്ല. നമുക്കൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ മിൽക്ക് പൗഡറും അതുപോലെ തന്നെ കോൺഫ്ലവറും പാലിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് കട്ട കെട്ടാതെ വേണം നമുക്കിത് അലിയിച്ചെടുക്കാൻ. നമ്മൾ ആദ്യം മിൽക്ക് പൗഡർ അലിയിച്ചെടുത്തത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ആയ ശേഷം നമുക്കിനി കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പാല് കുറുകും. അതുകൊണ്ട് കൈ ഇടവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാലിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പനന്നൊങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. വേണ്ടാത്തവർക്കിത് യൂസ് ചെയ്യണ്ട. ഇഷ്ടമാണെങ്കിൽ ഇതിടാം. ഇതൊരു ജെല്ലി പോലെ അതിനകത്ത് കിടക്കും എന്നേ ഉള്ളൂ. ഇനി നമ്മളിതൊരു ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ട്രേക്കകത്തേക്ക് ഇത് ഒഴിച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. നമ്മുടെ പുഡിംഗ് തയ്യാറാവണം. അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇത് വെച്ചു. അതിനുശേഷം ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് പീസായിട്ട് മുറിച്ചെടുക്കാനൊക്കെ സാധിക്കും. ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.